ഷാർജയിൽ VS അനുസ്മരണ പരിപാടി നടക്കുകയാണ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, നിരവധി പ്രവാസികളായിട്ടുള്ള മലയാളികൾ, പാർട്ടി അനുഭാവികൾ, സഖാക്കളൊക്കെ നാട്ടിലേക്ക് എത്തിയിരുന്നു. വരാൻ സാധിക്കാത്തവരെല്ലാം അവിടെ അനുസ്മരണ പരിപാടികൾ നടത്തുന്നുണ്ട്. വലിയ ജനക്കൂട്ടം അവിടെയും നമുക്ക് കാണാം. എങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ധന്യ, പ്രവാസികളും അകലങ്ങളിലിരുന്ന് VSന് വിട പറയുകയാണ്. നൂറുകണക്കിന് പേർ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ നാളെ പ്രവൃത്തി ദിനമാണ്. എന്നിട്ട് പോലും ഈ രാത്രിയിൽ പ്രവാസികൾ ജാതിമത ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ ഈ ഹാളിൽ സംഗമിച്ചിരിക്കുകയായിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ മാസ് ഷാർജയാണ് ഇത് സംഘടിപ്പിച്ചത്. ഇപ്പോൾ മാസിൻ്റെ ഭാരവാഹി നമ്മോടൊപ്പം ചേരുകയാണ്, ബിനു കോറം. എത്രമാത്രം വികാരഭരിതമായിരുന്നു ആളുകളുടെ പ്രതികരണം? ഇവിടെ പല പാർട്ടികളിൽ നിന്നുള്ളവർ, പല മേഖലയിൽ നിന്നുള്ളവർ ഇവിടെ സംസാരിച്ചു. എന്താണ് പിന്നു പറയുന്നത്? എല്ലാവർക്കും, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് വേണ്ടി ഒരു ക്ഷേമ പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് സഖാവ് VS അച്യുതാനന്ദനാണ്. അതുപോലെ തന്നെ മലയാളം മിഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും സഖാവ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് പ്രവാസ മേഖലക്കകത്ത് ഇന്ന് ഈ ജോലി തിരക്കുകൾക്കിടയിലും എല്ലാ സംഘടനാ പ്രതിനിധികളും ഒക്കെ വന്ന് വളരെ വൈകാരികമായാണ് സഖാവ് VS അച്യുതാനന്ദൻ്റെ ഈ വേർപാടിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. കണ്ണേ കരളെ VS എന്ന് പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് വിളിക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖമാണെങ്കിലും അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന AKGയെ, EMSനെയും കൃഷ്ണപിള്ളയെയും പോലെ ഇനി VS ഇന്ന് അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിലും ഒരുപാട് പുതിയ തലമുറയിലെ VSമാരായി ഒരുപാട് ആളുകൾ ഉയർന്നു വരുമെന്നുള്ള രീതിയിലാണ് കൊച്ചു കുട്ടികളടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ. ഇന്ന് തോരാത്ത മഴയിലും അവിടെ ഉണ്ടായതുപോലെ തന്നെ ആയിരക്കണക്കായിട്ടുള്ള ആളുകളാണ് ഇവിടെയും അണിചേർന്നിട്ടുള്ളത്. VSൻ്റെ ഓർമ്മകളിൽ, ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇടത് അനുഭാവികൾ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ OICCയുടെ നേതാവ് പുന്നക്കൻ മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? തീർച്ചയായും പ്രവാസികൾ ഉള്ള കാലത്തോളം, കാരണം 60 വയസ്സ് കഴിഞ്ഞ റിട്ടയർമെൻ്റായി നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട VS ആണ്. കാരണം ഈ പെൻഷൻ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടല്ല. കാരണം 60 കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 3500 രൂപയാണ് ഇപ്പോൾ പെൻഷൻ തുക കിട്ടുന്നത്. ആ തുക കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രവാസിയുടെ, സാധാരണക്കാരനായ പ്രവാസിയുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും അന്ന് അച്യുതാനന്ദൻ നടത്തിയ ഈ ധീരമായ, പ്രവാസികളെ കൊണ്ട് നടത്തിയ ഈ നിയമം ഒരിക്കലും പ്രവാസികൾ മറക്കില്ല. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ, മാസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, മലയാള മിഷൻ നമ്മൾ ഏറ്റവും നമ്മളെ മലയാളത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ ഇവിടെ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് ഇന്ന് ഏറ്റവും മറ്റ് ഭാഷകളേക്കാൾ നന്നായി നമ്മുടെ മക്കൾ മലയാള ഭാഷയെ സ്നേഹിക്കുന്നു. മലയാള ഭാഷ നാട്ടിലെ പോലെ തന്നെ ഇവിടെ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അതിനൊക്കെ അവസരമുണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ് ശ്രീ അച്യുതാനന്ദൻ. തീർച്ചയായും പ്രവാസ ലോകം നിലനിൽക്കുന്ന കാലത്തോളം അച്യുതാനന്ദനെ ഓർക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്കൊപ്പം പോലെ തന്നെ പ്രവാസികളെയും ചേർത്ത് പിടിച്ച നേതാവായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് തെളിയിക്കുന്ന ഒരു അനുസ്മരണ യോഗമാണ് ഇവിടെ നടന്നത്. ധന്യ.